Hi everyone, welcome to Bakes and Treats. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ്. ഒരു എഗ്ഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ആദ്യമേ ഒരു പാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 7.5 ഇഞ്ചിൻ്റെ പാനാണ്. അത് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓൾ പർപ്പസ് ഫ്ലോർ 100 ഗ്രാം, അതായത് 1.5 കപ്പ്, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, പിന്നെ കൊക്കോ പൗഡർ 1/4 കപ്പ് അല്ലെങ്കിൽ 28 ഗ്രാം. പിന്നെ വേണ്ടത് ഗ്രാനുലേറ്റഡ് ഷുഗർ. നമ്മൾ 1.5 കപ്പ് ഫ്ലോറിന് 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്, അതായത് 200 ഗ്രാം ഗ്രാനുലേറ്റഡ് ഷുഗറാണ് ഇതുള്ളത്. പിന്നെ വൈറ്റ് വിനിഗർ, അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ബോയിലിംഗ് വാട്ടർ, അത് 1 കപ്പാണ്, 240 ml. പിന്നെ ഇതിലേക്ക് നമുക്ക് ഡിസോൾവ് ചെയ്യാൻ ആവശ്യമായ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അത് 1 ടീസ്പൂൺ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലോറിലേക്ക് കൊക്കോ പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് ഞാൻ ബേക്കിംഗ് സോഡ കാണിച്ചിട്ടില്ലായിരുന്നു. കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഇത് ഒരു പ്രാവശ്യമാണ് സീവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാനുലേറ്റഡ് ഷുഗർ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് 2 പ്രാവശ്യം ഒന്നുകൂടി അരിച്ചെടുക്കാം. ഇങ്ങനെ അരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും കൊക്കോ പൗഡറിലോ നമ്മുടെ ഷുഗർ പൗഡറിലോ ഒക്കെ എന്തെങ്കിലും ലംസ് ഉണ്ടെങ്കിൽ അത് നമുക്കങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും. ചെറിയ ബാച്ചസ് ആയിട്ട് ഇതേപോലെ അരിച്ചെടുക്കുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫ്ലോർ മിക്സ് എല്ലാം ഞാനിവിടെ നന്നായിട്ട് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല ഒരു ഫൈൻ ടെക്സ്ചറായിട്ടാണ് നമ്മുടെ ഫ്ലോർ മിക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നമ്മുടെ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഈ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു എഗ്ഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ഇതിൽ എഗ്ഗ് ചേർക്കുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ബട്ടറും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിത് ബട്ടർ, മിൽക്ക് ഒരു കാര്യങ്ങളും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊരു വേഗൻ കേക്ക് റെസിപ്പി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബോയിലിംഗ് വാട്ടറിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ ഹോട്ട് വാട്ടർ കൂടി നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ബാറ്റർ നന്നായിട്ട് ഇനി ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്ററിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വിനിഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വിനിഗർ ആഡ് ചെയ്യുമ്പോൾ തന്നെ മിക്സ്ചർ ഒന്നും കൂടി അങ്ങ് സോഫ്റ്റ് ആവും. ഇത് വിനിഗർ ആഡ് ചെയ്ത ശേഷം നമ്മൾ അധിക നേരം ബാറ്റർ പുറത്ത് വെക്കാൻ പാടില്ല, ഉടനെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാവുന്നതാണ്. ഓവൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 80 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ബാറ്റർ ഇപ്പോൾ ഞാൻ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നിച്ച് വേണമെങ്കിലും ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ തിൻ ലെയർ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 ഇഞ്ചിൻ്റെ പാനിൽ 3ആയിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അന്നേരം ബേക്കിംഗ് ടൈം നമുക്ക് വളരെ കുറച്ച് മതിയായിരിക്കും. നമ്മളൊരു 20 to 25 മിനിറ്റ്സ് മാത്രം ബേക്കിംഗ് ടൈം മതിയാവും. നമ്മൾ ഒന്നിച്ച് വെക്കുന്നതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 35 to 40 മിനിറ്റ്സ് നമുക്ക് ബേക്കിംഗ് ഓവനിൽ ഇത് ടൈം എടുക്കും. നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പൊക്കോളും. ടാപ്പ് ചെയ്ത ശേഷം ഒരു സ്ക്രൂ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അകത്ത് ഏതെങ്കിലും എയർ ബബിൾ ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പൊക്കോളും.
ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. നമ്മുടെ എഗ്ഗ്ലെസ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. കണ്ടോ, നല്ല സ്പോഞ്ചാണ്. നമ്മുടെ നോർമൽ ചോക്ലേറ്റ് സ്പോഞ്ചിനെ പോലെ തന്നെ നമ്മുടെ എഗ്ഗ്ലെസ് സ്പോഞ്ചും വളരെ സോഫ്റ്റാണ്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല ചോക്ലേറ്റ് സ്പോഞ്ച് തന്നെയാണ് ഇത്.